ഹായ് ഗായ്സ്, ഞാൻ ഡൽഹിയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ നാട്ടിലോട്ട് തന്നെ, കേരളത്തിലോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബൈക്കിൽ വരുമ്പോൾ ഏറ്റവും നല്ല ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റാണ്. ഡൽഹി ടു ബാംഗ്ലൂർ വരെ നൈറ്റ് ഡ്രൈവ് ചെയ്യണം. ഏറ്റവും നല്ല ഡ്രൈവിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് കിലോമീറ്റർ വരെ നമുക്ക് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. ഡേ ടൈമിൽ ട്രാഫിക് അതിനാൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നൈറ്റ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നത്. അതും ഒരു 60-70 km/h ആ സ്പീഡിൽ പോയാൽ നമുക്ക് വണ്ടിക്ക് മൈലേജും കിട്ടും, നല്ല ഡ്രൈവിങ്ങും ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജയ്പൂർ വന്നിട്ടുണ്ട്. ന്യൂഡൽഹി ടു ജയ്പൂർ വന്നിട്ടുണ്ട്. ജയ്പൂരിൽ ഞാൻ സ്റ്റേ ആയി. 1200 രൂപയ്ക്ക് എനിക്ക് റൂം കിട്ടി. നല്ല റൂമാണ്, AC റൂമാണ്. നല്ല റൂമാണ്. ബാക്കി വാഷ്റൂം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഡൺ, ഫിറ്റാണ്. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ റൂം എടുത്തു. അതിനുശേഷം ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിക്കാൻ പോവുകയാണ്. ഹോട്ടലിൻ്റെ പേര് ഞാനിപ്പോൾ കാണിക്കാം. ആരെങ്കിലും ഈ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ റൂം ഇവിടെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പുറത്തും 2-3 ഞാൻ ചോദിച്ചായിരുന്നു. അവിടെ എല്ലാം റേറ്റ് ജാസ്തിയാണ്. അത് നമുക്ക് രാവിലെ കിട്ടിക്കഴിഞ്ഞാലും, രാവിലെ നമ്മൾ 5 മണിക്ക് റൂം എടുത്തു കഴിഞ്ഞാലും നമ്മൾ 10 മണിയാകുമ്പോഴത്തേക്ക് വെക്കേറ്റ് ചെയ്യേണ്ടുന്ന രീതിയിലാണ് ബാക്കിയെല്ലാം എടുത്തത്. പക്ഷേ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ആണ്, പെർ ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മണിക്ക് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. എനിക്ക് അത്രയും ബില്ലായിട്ടുള്ളൂ, 1200 രൂപ. പിന്നെ ഫുഡിൻ്റെത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കട്ടിങ്സ് ചാർജ് ഒന്നും വരുന്നില്ല, എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല, ടാക്സ് GST ഒന്നും വരുന്നില്ല. ബെസ്റ്റാണെന്ന് തോന്നി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ബൈ ബൈ ഗായ്സ്. ഹായ് ഗായ്സ്, ഞാൻ ദാണ്ടെ ഈ ഹോട്ടലിലാണ് റൂം എടുത്തേക്കുന്നത്. നല്ല റൂമാണ്, ഓക്കെ, ഫെസിലിറ്റീസാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. भाई रूम मिलेगा कि नहीं? मिल जाएगा सर। कितने में पड़ रहे हैं? सर अपने पास में डिफरेंट टाइप्स के रूम्स हैं. अपने पास जो छोटे रूम है वो उसका है 1200. उसके बाद में अपने 1700. उसके बाद में 2200. ओके, तो एक बंदा के लिए कौन सा रूम मिलेगा? AC रूम मिलेगा? सर अपने पास सारे AC रूम्स हैं. नॉन AC अपने पास में. ओके सर, तो AC रूम के लिए कितना पड़ रहा है पर एक बंदा के लिए? पर बंदे के लिए सर उसका आप कर लो ना. अगर 1200 का है तो पर बंदे के लिए आपका 600 रुपये. बट बेसिकली स्टार्टिंग प्राइस अपना 1200 रुपये. पर ऐसा नहीं होता कि 600 रुपये. ओके, तो 2 बंदा के लिए 1200 छोटा. ഓക്കെ, നമുക്ക് റൂം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 രൂപയ്ക്ക് AC റൂം കിട്ടും. അത് ഒരാൾക്കാണെങ്കിലും 2 പേർക്കാണെങ്കിലും AC റൂം കിട്ടും 1200 രൂപയ്ക്ക്. പിന്നെ ഇപ്പം അത് അവൈലബിൾ അല്ല. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു, ഞാൻ റൂം എടുത്തായിരുന്നു ഇവിടുന്ന്. ഇപ്പം അവൈലബിൾ അല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 പേർക്ക് കിട്ടുന്ന 1800 3 പേർക്ക് കിട്ടുന്ന AC റൂം അത് നമുക്ക് കാണാം. ഓക്കെയാണ്, ബെറ്ററാണ്. നമുക്ക് AC റൂമും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അൽമാരി എല്ലാം കിട്ടുന്നുണ്ട് കൂടെ. നമ്മുടെ വാഷ്റൂമാണ്. ഓക്കെ, ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ബെറ്ററാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 1800 രൂപയ്ക്ക് 3 പേർക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇത്.